വോട്ട് ചെയ്ത് പോയ 72 പേരുടെ കാര്യത്തിൽ വിവിപാറ്റ് അടക്കം പരിശോധിക്കണമെന്ന ആവശ്യം കോവളത്ത് ഉന്നയിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഒറിജിനൽ പോളിംഗ് ആരംഭിച്ച ശേഷം ചേർത്തലയിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ മോക്ക് പോളിംഗ് സമയത്താണ് ചേർത്തലയിൽ BJPക്ക് പൂർണ്ണമായി വോട്ട് പോകുന്നു എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അത് വലിയ ആക്ഷേപമായി ഉന്നയിക്കുകയും തുടർന്ന് ഇപ്പോൾ കാര്യങ്ങൾ പരിഹരിച്ച് സുഗമമായ രീതിയിൽ പോളിംഗ് നടക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ചേർത്തലയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇപ്പോൾ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ ദൃശ്യങ്ങൾ കാണാം. കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തി വോട്ട് ചെയ്യാനായി വരുന്ന ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹത്തിൻ്റെ മകൻ 2 ആൺകുട്ടികൾ, ഒപ്പം ഭാര്യ, കൊച്ചുമക്കൾ, ഭാര്യ ഉണ്ട്. അവരടക്കം ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാനായി എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയുമുണ്ട് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തുമ്പോൾ. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം, ഗവർണർ P സദാശിവം അടക്കം, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, നടൻ മോഹൻലാൽ, കൊല്ലം MLA മുകേഷ് എന്നീ പ്രമുഖർ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാനായി കണ്ണൂരിലെ ബൂത്തിലേക്ക് എത്തുന്നു. ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്, കണ്ണൂർ മെയിൽ കണ്ടക്കയിൽ വിവിപാറ്റ് മെഷീനുള്ളിൽ പാമ്പ്. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, വിവരങ്ങൾ. രഞ്ജിത്ത്, ഇന്ന് അല്പസമയം മുൻപാണ് കണ്ണൂർ മെയിൽ കണ്ടക്കൈ സ്കൂളിലെ ബൂത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന വിവിപാറ്റ് മെഷീനുള്ളിൽ പാമ്പിനെ കണ്ടെത്തിയത്. ഏതായാലും പാമ്പിനെ നീക്കം ചെയ്തു. അവിടെ വോട്ടിംഗ് പുനരാരംഭിച്ചിരിക്കുന്നു. പക്ഷേ അതിന് അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലും അതേപോലെ തന്നെ മെഷീന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിലും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്ന, അതും കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് മെഷീനുകൾ കേടാവുന്നു. അതേപോലെ തന്നെ ഇത്തരം വോട്ടെടുപ്പ് വൈകുന്നു പല സ്ഥലങ്ങളിലും. മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ വരെ വോട്ടെടുപ്പ് അരമണിക്കൂറോളം നീണ്ടുപോയി. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിവിപാറ്റ് മെഷീനുള്ളിൽ പാമ്പിനെ കണ്ടെത്തിയത് കൂടെ വാർത്തയാവുന്നത്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേരത്തെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് കാര്യം പ്രസക്തമാകുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ജൂനിയർ ബേസിക് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ ആണ് ഇവിടെ കാണുന്നത്. കണ്ണൂർ ജില്ലയിലാണ് വരുന്നതെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തേണ്ടത് വടകര മണ്ഡലത്തിലാണ്. വടകര മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്നതാണ് ഈ കോടിയേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി കോടിയേരി ജൂനിയർ LP സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ക്യൂവിലാണ്. ദൃശ്യങ്ങൾ കാണാം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരും. ശ്രീജിത്ത്, വിവരങ്ങൾ. കോട്ടയത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ. ഉമ്മൻചാണ്ടിയും കുടുംബവും വോട്ട് രേഖപ്പെടുത്താൻ പുതുപ്പള്ളിയിലെ ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിൽ എത്തിയിരിക്കുന്നു. സകുടുംബമാണ് ഉമ്മൻചാണ്ടി എത്തിയിരിക്കുന്നത്. 3 മക്കൾ, അച്ചു ഉമ്മൻ, ചാണ്ടി ഉമ്മൻ, മറിയം ഉമ്മൻ, ഒപ്പം തന്നെ ഭാര്യ മറിയാമ്മയും ഒപ്പമാണ് ഉമ്മൻചാണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. 126 പുതുപ്പള്ളിയിലെ 126 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കോട്ടയത്ത് നിലവിൽ സമാധാനപരമായാണ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബൂത്തിൽ മാത്രമായിരുന്നു പോളിംഗ് ഈ മെഷീൻ കേടായത് മൂലം മോക്ക് പോളിംഗ് ഉൾപ്പെടെ വൈകുന്ന സാഹചര്യം ഉണ്ടായത്. കടുത്തുരുത്തിയിലെ 129 നമ്പർ ബൂത്തിലായിരുന്നു ഇത് സംഭവിച്ചത്.
എന്തായാലും ജില്ലയിൽ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് തുടക്കത്തിലുള്ള 2 മണിക്കൂറിൽ 9 മണി വരെ 11.42% ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 1,37,659 പേരാണ് ഈ വോട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും മികച്ച പോളിംഗിലേക്ക് തന്നെ ആദ്യ മണിക്കൂറുകളിൽ കടക്കുന്നു എന്നത് മുന്നണികൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. കോട്ടയത്തെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ തോമസ് ചാഴിക്കാടനും ഒപ്പം തന്നെ VN വാസവനും കോട്ടയത്താണ് വോട്ടുള്ളത്. ഇരുവരും വോട്ട് രേഖപ്പെടുത്തി. ഒപ്പം തന്നെ KM മാണി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. മാണിയുടെ കുടുംബം ജോസ് കെ മാണിയും കുട്ടിയമ്മയും ഒപ്പം തന്നെ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയും വോട്ട് പാലാ സെന്റ് തോമസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. എന്തായാലും ഇവിടെ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. സകുടുംബമാണ് ഉമ്മൻചാണ്ടി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളിയിലെ 126 നമ്പർ മാതൃകാ പോളിംഗ് സ്റ്റേഷനാണിത്. ഇവിടെ എത്തിയാണ് ഉമ്മൻചാണ്ടിയും കുടുംബവും വോട്ട് ചെയ്യുന്നത്. പതിവ് പോലെ എല്ലാ തവണത്തെയും പോലെ അദ്ദേഹം സകുടുംബമായാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വോട്ട് രേഖപ്പെടുത്തുന്നു. ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഒപ്പം കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹവും വോട്ട് രേഖപ്പെടുത്താൻ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പ്രമുഖരെല്ലാം വോട്ട് ചെയ്യാനായി എത്തിക്കഴിഞ്ഞിരുന്നു. നിരവധി പ്രമുഖർ ഇനിയും ബാക്കിയുണ്ടെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖരെല്ലാം എത്തി വോട്ട് രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നടൻ മുകേഷ്, കൊല്ലം MLA കൂടിയായ നടൻ മുകേഷ് വോട്ട് ചെയ്യാനായി എത്തിയ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മുകേഷിൻ്റെ അനന്തരവനുമൊപ്പമുണ്ട്. വോട്ട് ചെയ്യാനായി കൊല്ലത്തെ ബൂത്തിലാണ് മുകേഷ് ഉള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ പങ്കുവെക്കും. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊല്ലത്ത് നിന്ന് ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാമ, കൊല്ലത്ത് നടൻ മുകേഷിന്റെ ദൃശ്യങ്ങളിൽ കാണാം വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നു. കൊല്ലം MLA കൂടിയാണ് അദ്ദേഹം. കൊല്ലത്തെ വിവരങ്ങൾ എന്താണ്? അവിടെ എവിടെയെങ്കിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായ വിവരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടോ? പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും കൊല്ലം ജില്ലയിലും കനത്ത പോളിംഗ് ആണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 12% അടുത്തിരിക്കുന്നു. 1.5 ലക്ഷത്തോളം ആളുകൾ ഇതേവരെ വോട്ട് ചെയ്തതായാണ് ഔദ്യോഗിക കണക്ക്. PRD പുറത്ത് വിടുന്ന വിവരം അതാണ്. 11.76 ആണ് 9:20 വരെയുള്ള 9:20 ലഭ്യമായ കണക്കനുസരിച്ച് 11.76 എന്ന് പറയുമ്പോൾ ശ്യാമ, അത്യാവശ്യം കനത്ത പോളിംഗ് തന്നെയല്ലേ? കാരണം പോളിംഗ് ആരംഭിച്ചിട്ട് 2 മണിക്കൂർ പിന്നീട് മുമ്പുള്ള ഒരു കണക്കെന്ന് പറയുമ്പോൾ അത് താരതമ്യേന കനത്ത പോളിംഗ് അല്ലേ? ഏറ്റവും കനത്ത പോളിംഗ് ആണ് ജില്ലയിൽ ഇത്തവണ രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തന്നെ എല്ലായിടത്തും എല്ലാ നിയമസഭാ നിയോജക മണ്ഡലത്തിലും ഏതാണ്ട് ഒരേ രീതിയിലുള്ള പോളിംഗ് ആണ്. ഇതിൽ ഏറ്റവും കുറവ് പോളിംഗ് ഒരുപക്ഷെ രേഖപ്പെടുത്തുന്നത് ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലായിരിക്കും. 10% അടുത്ത് ആണ് പോളിംഗ്. പക്ഷേ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് മറ്റു നിയമസഭാ മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ വലിയ വ്യത്യാസമല്ല. ഏതാണ്ട് 1% മറ്റോ വ്യത്യാസം, നേരിയ വ്യത്യാസം മാത്രമാണുള്ളത്. അത്രയും കനത്ത രീതിയിലുള്ള പോളിംഗ് ആണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെമ്പാടും പോൾ ചെയ്യപ്പെടുന്നത്. 11.76 ആണ് ഇതുവരെയുള്ള പോളിംഗ് നിരക്ക്. വിവിധ ഇടങ്ങളിൽ ജില്ലയിൽ ആകമാനം വ്യാപകമായി
വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കുന്ന അവസ്ഥയുണ്ടായി. കൊട്ടാരക്കര കോട്ടാത്തല LPS, ഇഞ്ചക്കാട് LPS, കൊട്ടാരക്കര ഡയറ്റ്, അമ്പലക്കര LPS എന്നിവിടങ്ങളിലാണ് വോട്ടിംഗ് മെഷീൻ തകരാറിലായത്. കൊല്ലം അഞ്ചൽ ഗവൺമെന്റ് LPSൽ പ്രവർത്തിക്കുന്ന 62-ാം ബൂത്തിലെ വോട്ടിംഗ് യന്ത്രവും തകരാറിലായിട്ടുണ്ട്. ഇതിന് അങ്ങനെ വിവിധ ഇടങ്ങളിൽ ചവറയിൽ ശങ്കരമംഗലം, കൊട്ടാരക്കര കോട്ടപ്പുറം ബസലി സ്കൂള്, അങ്ങനെ വിവിധ ഇടങ്ങളിലെല്ലാം വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കി. ഒപ്പം കൊല്ലം പട്ടത്താനം ഗവൺമെന്റ് SNDP സ്കൂളിൽ ഒരു കള്ളവോട്ട് ആരോപണവും ഉയർന്നിട്ടുണ്ട്. മഞ്ജു എന്ന യുവതിയുടെ വോട്ടാണ് മറ്റൊരാൾ ചെയ്തിട്ട് പോയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതേ സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആരാണ് ആദ്യം വന്ന് വോട്ട് ചെയ്തത്, മഞ്ജുവിന്റെ വോട്ട് ആരാണ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ തിരക്കി പോലീസ് പോയിട്ടുമുണ്ട്. പകരം ഈ യുവതിക്ക് ടെൻഡേഡ് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. യുവതിയുടെ ആവശ്യപ്രകാരമാണ് അത്തരമൊരു സൗകര്യം ഒരുക്കി കൊടുത്തത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ രാവിലെ 7 മണിയോടുകൂടി കൊല്ലം ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒപ്പം LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ വോട്ട് ചെയ്തത് പത്തനാപുരം കലഞ്ഞൂരിലെ ബൂത്തിലാണ്. അവിടെ രാവിലെ തന്നെ ഈ വോട്ടിംഗ് മെഷീൻ പണിമുടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതേ തുടർന്ന് KN ബാലഗോപാലിന് LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. മറ്റൊരു വോട്ടിംഗ് മെഷീൻ എത്തിച്ച ശേഷമാണ് വോട്ട് ചെയ്യാനായത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരവും. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ വിനിയോഗിച്ചു. ആ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. വളരെ പ്രാധാന്യമറിയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്. UDFന്റെ പ്രവർത്തനം 20 നിയോജക മണ്ഡലത്തിലും ഒരേ രീതിയിൽ നല്ല നിലയിൽ മുമ്പോട്ട് നീക്കാൻ സാധിച്ചു. ഏതെങ്കിലും പാർട്ടിയിലോ മുന്നണിയിലോ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം UDFന് 20 നിയോജക മണ്ഡലത്തിലും ഒരു വലിയ പ്രയോജനമാണ് ഉണ്ടാക്കിയത്, വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പരാജയം തുറന്നു കാട്ടാൻ UDFന് സാധിച്ചു. സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാലാവധി പൂർത്തിയാക്കുന്ന ഗവൺമെൻറ് അവരുടെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് അതിനുവേണ്ടി വോട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ നരേന്ദ്രമോദിക്കോ BJPക്കോ ഭരണ നേട്ടങ്ങൾ പറയാനുണ്ടായിരുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റും അവരുടെ 3 വർഷത്തെ നേട്ടങ്ങൾ പറയുന്നതിനുപരി അതൊന്നും കാര്യമായി ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ മറ്റു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് അവർ താല്പര്യം കാണിച്ചത്. പക്ഷേ UDF 2 ഗവൺമെൻറ്റുകളുടെയും വീഴ്ചകൾ, പരാജയങ്ങൾ, അവരുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല റിസൾട്ട് UDFന് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഞങ്ങളുടെ ലക്ഷ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 20 സീറ്റിനും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. വോട്ടിംഗ് മെഷീനെ കുറിച്ച് പരാതികളുണ്ട്. ചിലയിടത്ത് BJP കോൺഗ്രസ് താമരയ്ക്ക് പോകുന്നു. അത് കോവളത്ത് അങ്ങനെ ഒരു പരാതിയല്ല, ആ പരാതി ശരിയാണെന്ന് കണ്ടിരിക്കുന്നു. മറ്റ് ചിലയിടത്തും ചേർത്തലയിൽ ഇതേ സംഭവം വന്നിട്ട് ഇടതുപക്ഷം അതിന് പരാതി കൊടുത്തു. അവിടെയും വിഷൻ മാറുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ഒരു വിശ്വസനീയത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പ്രതിപക്ഷ കക്ഷികളോട് കൂടി പഴയ സിസ്റ്റത്തിലേക്ക്, ബാലറ്റ് പേപ്പറിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടത്. നിശ്ചയമായും ഈ തിരഞ്ഞെടുപ്പിലെ ഇതുപോലുള്ള അനുഭവങ്ങൾ അങ്ങനെ ഒരു
ചിന്താഗതിക്ക് കൂടുതൽ ആക്കം കൂട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണോ പ്രവർത്തകർ? നിശ്ചയമായിട്ടും ജാഗ്രത പുലർത്തേണ്ടതാണ്. അത് തുടക്കം മുതൽ രാവിലെ നടക്കുന്ന റിഹേഴ്സൽ, വോട്ടിംഗ് ടൈം, അത് കഴിഞ്ഞ് അത് സീൽ ചെയ്യുന്ന അവസരം, അത് വ്യക്തമായ നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ വോട്ടിംഗ് മെഷീൻ വേണ്ടെന്നുള്ള ആവശ്യം കൂടുതൽ ശക്തമാക്കും കോൺഗ്രസ്. അതെ, സ്വാഭാവികമായിട്ടും അനുഭവങ്ങളാണ് നമ്മളെ കൂടുതൽ പ്രചോദനത്തോടുകൂടി മുമ്പോട്ട് പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാരണം ഒരിക്കൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വെല്ലുവിളിച്ചു, ഈ പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കാമോ, ഇങ്ങനെ തെറ്റ് വരുമെന്നുള്ളത് തെളിയിക്കാമോ. ഇപ്പം ഇലക്ഷൻ കമ്മീഷന് തന്നെ ബോധ്യപ്പെട്ട് മെഷീൻ മാറ്റേണ്ട സ്ഥിതി വന്നെങ്കിൽ അത് പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയല്ലേ. വോട്ടേഴ്സ് ലിസ്റ്റിലെ ഇരട്ടിപ്പ് സംബന്ധിച്ച് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്നും പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ നിന്നും അതിൻ്റെ യഥാർത്ഥ ലിസ്റ്റ് സഹിതം ആ ഇരട്ടിപ്പിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിശ്ചയമായും അത് വളരെ ഗൗരവമായിട്ട് തന്നെ അത് കാണുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. വോട്ട് ഇരട്ടിപ്പ് സംബന്ധിച്ച പരാതി അത് UDF ഗൗരവമായി എടുത്തു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഒപ്പം വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട തകരാറിലെ പരാതി അതും പരിഹരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പത്തനംതിട്ടയിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. വിവരങ്ങളുമായി VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, എന്താണ് ഇത്തരത്തിൽ ഒരു ആരോപണത്തിന് പിന്നിൽ? ഇന്ന് രാവിലെ പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ പല സ്ഥലങ്ങളിലും ഏതാണ്ട് പത്തനംതിട്ട മണ്ഡലത്തിലെ 10-ലധികം പോളിംഗ് ബൂത്തുകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പോളിംഗ് മെഷീനെ സംബന്ധിച്ച് നിരവധി പരാതികൾ കലഞ്ഞൂർ അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഇതിനുശേഷമാണ് പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ച ശേഷം BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രതികരണം. പത്തനംതിട്ടയിൽ വോട്ടിംഗ് മെഷീനിൽ താമര അടയാളത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് കെ സുരേന്ദ്രന്റെ പരാതി. യന്ത്ര തകരാറിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് പരാതി നൽകിയിട്ട് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ മോക്ക് പോളിംഗിലടക്കം പല സ്ഥലങ്ങളിലും അടയാളം സംബന്ധിച്ചും ചില പ്രശ്നങ്ങൾ, ചില സംശയങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ഗൗരവപൂർവ്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കണക്കിലെടുത്തില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു പ്രതികരണം. ഏതായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ അടക്കം വിവിധ പ്രദേശങ്ങളിൽ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ഏതാണ്ട് 10-ലധികം പോളിംഗ് സ്റ്റേഷനുകളിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല സ്ഥലത്തും അരമണിക്കൂറോളം പോളിംഗ് വൈകിയാണ് ആരംഭിക്കാൻ സാധിച്ചതും. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭിച്ചത്. മന്ത്രി AK ആന്റണി സംസാരിക്കുന്നു. അതിലേക്ക് 5 വർഷമായി രാജ്യം ഭരിച്ച് ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെ താഴെയിറക്കാൻ കഴിയുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും ഏക നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണെന്ന് സാക്ഷര കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും വോട്ടർമാർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് മെയ് 23-ാം തീയതി വോട്ടെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കൈവക്കാൻ തയ്യാറുള്ള MPമാരായിരിക്കും കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം പാർലമെന്റ് ലോക്സഭാ സീറ്റിൽ, എൻ്റെ ലോക്സഭാ സീറ്റിൽ എനിക്ക് ഉറപ്പുണ്ട്
ഈ നിർണായക ഇലക്ഷനിൽ ജാതിയും മതവും പാർട്ടിയും മറന്ന് തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ വോട്ടർമാർ തിരുവനന്തപുരത്തെയും കേരളത്തെയും ശബരിമലയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദി ഗവൺമെന്റിനും പിണറായി വിജയൻ ഗവൺമെന്റിനും ഒരുപോലെ താക്കീത് നൽകും. അതുകൊണ്ട് തന്നെ അവർ ജാതി മത വർണ്ണ വർഗ പാർട്ടി വ്യത്യാസമില്ലാതെ ശശി തരൂരിനെ വോട്ട് ചെയ്ത് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. മുൻ പ്രതിരോധ മന്ത്രി കേരള മുൻ മുഖ്യമന്ത്രി AK ആന്റണി വോട്ട് ചെയ്ത ശേഷം ജഗതിയിലെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖർ വോട്ട് ചെയ്യാനായി ക്യൂവിൽ കാത്തു നിൽക്കുന്നുണ്ട്. നേരത്തെ നടൻ മോഹൻലാൽ വോട്ട് ചെയ്ത് മടങ്ങിയിരുന്നു. മമ്മൂട്ടി എത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എറണാകുളത്തെ സ്ഥാനാർത്ഥി P രാജീവിനൊപ്പമായിരുന്നു. അദ്ദേഹവും ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും. അതിലേക്ക് നമുക്കൊന്ന് പോകാം. ദൃശ്യങ്ങളാണ് കാണുന്നത്. രണ്ടു സ്ഥാനാർത്ഥികളെയും കാണാം ദൃശ്യങ്ങളിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി P രാജീവ്, ഒപ്പം UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും ദൃശ്യങ്ങളുണ്ട് മമ്മൂട്ടിക്കൊപ്പം. ഇപ്പോൾ ശശി തരൂർ, തിരുവനന്തപുരത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശശി തരൂർ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. അദ്ദേഹവും കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. മമ്മൂട്ടി മാധ്യമങ്ങളെ കാണും. പറയൂ. മര്യാദക്കാർക്ക് രക്ഷയില്ലല്ലേ? നിങ്ങൾ എന്തിനാ ഇത്ര മര്യാദക്കാരാൻ പോയത്? ഡിസിപ്ലിനൊന്നും കാര്യമില്ല. അപ്പൊ ഞാൻ വോട്ട് ചെയ്തു. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് നമ്മുടെ ഒരു അധികാരമാണ്, അവകാശമാണ്. നമ്മളെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്. അത് അവരുടെ മേന്മയും അവരുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അവർ ഒരുപക്ഷെ പ്രതിനിധിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത. ഈ രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പല സ്ഥാനാർത്ഥികളും ഈ പരസ്പരം മത്സരിക്കുന്നവർ ജയിച്ചു വരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചില സ്ഥലങ്ങളിലുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, പരിചയക്കാരുണ്ട്. പക്ഷെ എനിക്ക് ഒരു വോട്ടേ ഉള്ളൂ. അത് ഞാനൊരാൾക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ നമ്മുടെ ഏതെങ്കിലും കാരണങ്ങൾ, നമ്മുടെ ഏതെങ്കിലും തീരുമാനങ്ങൾ, നമ്മുടെ ഏതെങ്കിലും പ്രാധാന്യങ്ങൾ, മുൻഗണനകൾ ഒക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ വോട്ട് ചെയ്യാതിരിക്കരുത്. വോട്ട് ചെയ്യാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. വോട്ട് നമ്മുടെ അധികാരമാണ്, അവകാശമല്ല, അധികാരമാണ്. അധികാരം നമുക്ക് അധികാരം പ്രയോഗിക്കാൻ കിട്ടുന്ന ഏക അവസരമാണ്. എല്ലാവരും അത് വളരെ ആത്മാർത്ഥത്തോടെ കൃത്യമായി പാലിക്കുക. നമസ്കാരം. ഓക്കെ. നടൻ മമ്മൂട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രണ്ട് സ്ഥാനാർത്ഥികളും എറണാകുളത്ത് രണ്ടു സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. രണ്ടുപേരും തനിക്ക് വേണ്ടപ്പെട്ടവരാണ്. പക്ഷേ തനിക്ക് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. അത് താൻ ചെയ്തു. അത് പല കാരണങ്ങൾ കൊണ്ട് ആണ് താൻ ആ വോട്ട് ചെയ്തത്. അത് തനിക്ക് ഒരാൾക്ക് ചെയ്യുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു.
ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസ് മാണിയുടെ സ്ഥാനാർത്ഥി, മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്തെ പോളിംഗ് സ്റ്റേഷനിലാണ് അദ്ദേഹമുള്ളത്. തോമസ് ചാഴിക്കാടൻ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ. അദ്ദേഹം ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. UDF സ്ഥാനാർത്ഥി ശശി തരൂരും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഒരുപക്ഷെ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്ന് കരുതാം. തിരുവനന്തപുരത്ത് കോവളത്തടക്കം വോട്ടിംഗ് യന്ത്രത്തിലെ ഗുരുതര പിഴവ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് പരിഹരിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് പറയാൻ കാണും. എന്താണ് സംഭവിച്ചത്? കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ താമരയ്ക്ക് വീഴുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്, കോവളത്ത് നിന്ന്. അത് തകരാർ പരിഹരിച്ചു എന്ന് പറയുമ്പോഴും എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്നു. കോട്ടയത്താണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത്. കൊല്ലത്താണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത്. 11% കഴിഞ്ഞു കൊല്ലത്ത് 2 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുമ്പോൾ കനത്ത മത്സരം നടന്ന കൊല്ലത്ത് വലിയ തോതിൽ പോളിംഗ് നടക്കും. കോട്ടയത്തും സമാനമായ രീതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നു എന്നും അറിയുന്നു.